യേശുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാകുന്നു. യേശുവിൻ്റെ തേജസ്സിനെ കുറിച്ച് അപ്പോസ്തലന്മാർ പറയുന്നൊരു ഭാഗം ഇങ്ങനുണ്ട്: ഞങ്ങൾ അവൻ്റെ തേജസ്സിനെ ദൈവത്തിൻ്റെ ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ 17 വന്നപ്പോൾ യേശു പറയാണ്, ആദിയിൽ എനിക്കുള്ള മഹത്വത്തെ ഞാൻ അവർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ ഓഹരിക്കാരാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ആ മഹത്വം പുത്രത്വത്തിൻ്റെ മഹത്വമാണ്. ആ മഹത്വത്തിൻ്റെ ഓഹരിക്കാരായിരിക്കുന്നവരോട് കർത്താവ് പറയുന്നത്, ഇന്ന് തുറക്കപ്പെട്ട സ്വർഗം നിന്റെ അവകാശമാണ്. നിങ്ങൾ സ്വർഗത്തിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഡയറക്റ്റ് ആണ്. യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയി. 10 ദിവസങ്ങളോളം അവർ കാത്തിരുന്നു. 10 ദിവസം കാത്തിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നു, ഒരു പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അന്ന് തൊട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. ഇവിടുന്ന് കോട്ടയത്ത് എന്നിട്ട് കോട്ടയത്തുനിന്ന് ന്യൂയോർക്കിലോട്ട് വിട്ടിട്ട് ന്യൂയോർക്കിൽ നിന്ന് സ്വർഗത്തിലോട്ടല്ല, അബ്ബാ പിതാവേ നീ വിളിച്ചാൽ ദൈവ മഹത്വത്തെ നീ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യുകയാണ്.